ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ റംദാൻ സീരീസിൻ്റെ 18ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡിഷ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പാൽപ്പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്കൊരു പാൻ കേക്ക് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് 2 കപ്പ് മൈദയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഞാനിപ്പോൾ 2.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ അളന്നൊഴിക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടിത് ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് ഹൈ സ്പീഡിലൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ നല്ല ലൂസായിട്ടുള്ള ബാറ്ററായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പാൻ കേക്കിൻ്റെ ബാറ്റർ. അപ്പോൾ ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഓരോ പാൻ കേക്കും ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു തവയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓരോ തവിയായിട്ട് നമ്മുടെ ബാറ്റർ ഒഴിക്കാം. എന്നിട്ട് സാധാരണ നമ്മൾ ദോശ ചുട്ടെടുക്കുന്ന പോലെ ഇതൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ. നെയ്യൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ഭാഗം മൊരിഞ്ഞ് കഴിഞ്ഞാൽ അത് മറിച്ചിടൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് മൊത്തം 18 ദോശ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത്രയും എടുക്കുന്നില്ലെങ്കിൽ ഇതിൻ്റെ പകുതി അളവിൽ മൈദ എടുത്താൽ മതിയാവും കേട്ടോ. ഞാനിപ്പോൾ ഒരു 10 പേർക്കെങ്കിലും കഴിക്കാൻ പറ്റിയിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് ഈ ഒരു പാൽപ്പത്തിരി ഉണ്ടാക്കുന്നത്. ഇനി നമുക്കൊരു എഗ് മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് 6 മുട്ട നമുക്ക് ഈ ഒരു മിക്സിയുടെ വലിയ ജാറിൽ തന്നെ ഒഴിച്ചെടുക്കാം. ഇനി 6 മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള മധുരവും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഏലക്ക പൊടിച്ചതാണ്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് പാലാണ്. 2 കപ്പ് പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എഗ് ബാറ്റർ ഇവിടെ റെഡിയായി. അപ്പോൾ ഈ ഒരു മിക്സ്ചറാണ് നമ്മുടെ ഈ ഒരു ദോശൻ്റെ മിക്സിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും നല്ല ലൂസിലായിട്ടാണ് കിട്ടേണ്ടത് കേട്ടോ. അതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ എഗ് മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ഒരു പാൽപ്പത്തിരി ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രം എടുക്കാം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റ് ആവണം കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കളറൊന്ന് മാറി വരുമ്പോൾ അത് കോരി മാറ്റുക. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ കിസ്മിസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അതും മാറ്റിയിട്ട് വെക്കാം. ഇനി നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുത്തിട്ടുള്ള സെയിം പാനിൽ തന്നെ ആ ഒരു ഗീ അവിടെ തന്നെ നിൽക്കട്ടെ. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള ദോശ ഉണ്ടല്ലോ, ആ ഒരു ദോശ ഇതിൻ്റെ താഴത്തെ ലെയറിൽ ഫസ്റ്റ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എഗ് മിക്സ്ചർ അതിൻ്റെ മേലയിൽ 2 തവി ഒഴിക്കുക കേട്ടോ. അപ്പം ഏറ്റവും താഴത്തെ ലെയറിൽ 2 തവി ഒഴിക്കണം. അതിനുശേഷം നമുക്ക് ഓരോ ദോശയും ഇതുപോലെ ഒരു ദോശ വെക്കുക. എന്നിട്ട് വീണ്ടും ഒരു തവി എഗ് മിക്സ്ചർ ഒഴിക്കുക. എന്നിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ മൊത്തം 18 ദോശ ഞാനിപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇത്ര ക്വാണ്ടിറ്റി എടുക്കുന്നില്ലെങ്കിൽ ഇതിൻ്റെ പകുതി 1 കപ്പ് അളവ് മൈദ എടുത്താൽ മതിയാവും കേട്ടോ. അന്നേരം ദോശ അത്രയും ഉണ്ടാകും. അതേപോലെ തന്നെ മുട്ട എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 2-3 മുട്ട എടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കട്ടെ. നല്ല ടേസ്റ്റാണ് ഈ ഒരു പാൽപ്പത്തിരി കഴിക്കാൻ. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് വെക്കുന്തോറും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഉണ്ടാക്കിയിട്ടൊരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ ഇത് ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ പഴയ ഒരു ഓട് നമുക്ക് അടിയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലേൽ
ഈ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആദ്യം വറുത്തെടുത്തിട്ടുള്ള കാഷ്നട്ടും കിസ്മിസും ഉണ്ടല്ലോ അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ഫുള്ളായിട്ട്. അപ്പോൾ അടിക്ക് പിടിക്കാണ്ടിരിക്കാനാണ് അടിയിലൊരു തട്ട് വെക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 50 മിനിറ്റ് നമുക്കിത് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാൽപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ ഇതിൻ്റെ മേൽഭാഗം ഒന്നും മൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അങ്ങനെ തന്നെ എടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ചൂട് നന്നായിട്ട് പോയതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള നമ്മുടെ പാൽപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ആ ഒരു പാലും മുട്ടയും ദോശയും ആ ഒരു മിക്സിങ്ങൊക്കെ വരുമ്പം ഇതാ ഇത്രയും ലെയറോട് കൂടിയും വായിലിട്ട് അലിഞ്ഞു പോകുന്ന ആ ഒരു രീതിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്യണം. മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു പാൽപ്പത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ബായ്.